പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളും നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അതൊക്കെ സ്റ്റേബിളായി നിൽക്കുന്നത് കൃത്യമായ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ്. നിങ്ങളൊരു കോൺക്രീറ്റ് എടുത്ത് നോക്കുക. ആ കോൺക്രീറ്റിൽ മണലും കമ്പിയും മാത്രം ചേർത്ത് കഴിഞ്ഞാൽ അതൊരു കോൺക്രീറ്റ് ആവില്ല അല്ലേ. അതിൽ വളരെ കൃത്യമായ അളവിൽ മണലും സിമെൻറ്റും കമ്പിയും ചേർത്ത് കഴിഞ്ഞാലാണ് വളരെ കെട്ടുറപ്പുള്ള ഒരു കോൺക്രീറ്റായി മാറുന്നത്. അതുപോലെ തന്നെ രുചികരമായൊരു ഭക്ഷണം വളരെ കൃത്യമായ അളവിൽ ചേരുവകൾ ചേർന്നില്ലെങ്കിൽ ആ ഭക്ഷണത്തിന് രുചിയുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ജീവിതവും. നമ്മൾ പലപ്പോഴും പ്രയോഗിക്കുന്നൊരു വാക്കാണ് സ്നേഹം വാരിക്കോരി കൊടുക്കുക എന്നുള്ളത്. ആ പ്രയോഗം തന്നെ തെറ്റാണ്. ആ സ്നേഹം വാരിക്കോരി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ജീവിതം പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു ലക്ഷറി ലൈഫിലേക്ക് ജീവിതം പോകുന്നു, ആവശ്യത്തിലും അധികം നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ അതിനർത്ഥം വെക്കേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മുടെ ജീവിതം ഭദ്രമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വളരെ കൃത്യമായ അളവിൽ സ്നേഹവും കരുതലും സൂക്ഷ്മതയും കൃത്യതയൊക്കെ വളരെ തുല്യ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാ ബന്ധങ്ങളും മുന്നോട്ട് പോകും. ആ ബന്ധങ്ങളൊക്കെ ഭദ്രമാകും.